നമസ്കാരം, ഞാൻ രജനി പാലാമ്പറമ്പിൽ. ഇതെൻ്റെ ആത്മകഥയാണ്. ആ നെല്ലിമരം പുല്ലാണ്. അപ്പോൾ പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിന്നിവിടെ വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്ന ഭാഗം എൻ്റെ അപ്പൂപ്പനെക്കുറിച്ചാണ്. അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനാണ്. അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ധീരനായിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സാമൂഹ്യ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കൊക്കെ പ്രത്യേകിച്ച് ജീവിക്കാനുള്ള ഒരു ഊർജം അദ്ദേഹത്തിൽ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വായിക്കാം. നിങ്ങളും അദ്ദേഹത്തെക്കുറിച്ചൊന്ന് അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കുറുമ്പൻ എന്നായിരുന്നു അപ്പൂപ്പൻ്റെ പേര്. അതായത് മരിച്ചുപോയ കാരണവന്മാരുടെ ആത്മാക്കളുടെ തൃപ്തിക്ക് വേണ്ടി ക്രിയകൾ ചെയ്യുന്ന ആൾ. കടുത്തുരുത്തിയച്ഛൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക. എല്ലാ വർഷവും അപ്പൂപ്പൻ ക്രിയകൾ നടത്തും. ആത്മാക്കളെ വിളിച്ചു വരുത്തി അവൽ മലർ കോഴി പോലുള്ള ഭക്ഷണങ്ങൾ ഇലയിലൊരുക്കി ഊട്ടും. ആണ്ടിൽ പതിതുള്ളൽ എന്നൊരു സംഭവമുണ്ട്. പതിതുള്ളൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ കുടുംബക്കാരെല്ലാം മുഴുവനും ഒത്തുചേർന്നിട്ട് പൊതുവായിട്ടുള്ള ദോഷങ്ങൾ മാറ്റാനായിട്ട് പ്രാർത്ഥിക്കുന്നൊരു ചടങ്ങാണ്. അതാണ് പതിതുള്ളൽ എന്ന് പറയുന്നത്. തുള്ളലിൽ നമ്മുടെ കുടുംബക്കാരും മറ്റും വരും. അറുകൊല, കരിങ്കുറ്റിയാൻ, മറുത് എന്നിങ്ങനെയുള്ള സ്വരൂപങ്ങളെയാണ് വെച്ച് സേവ ചെയ്യുക. ആണ്ടിലൊരിക്കൽ ഇവർക്ക് ഭക്ഷണം കൊടുത്ത് പ്രീതിപ്പെടുത്തും. അപ്പൂപ്പൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ ഈ സമയത്ത് വീട്ടിൽ വരും. ഇവരുടെ ദേഹത്താണ് ഈ സ്വരൂപങ്ങളൊക്കെ തുള്ളുക. അപ്പൂപ്പനും തുള്ളും. മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ ഇവരുടെ അനുഗ്രഹങ്ങളാണ് സ്വീകരിക്കുക. എങ്ങനെയൊക്കെയോ അവരുടെ മാനസിക പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. കുടുംബത്തിനും ജാതിയിൽ നിന്ന് പുറത്തുള്ളവരും പതിതുള്ളലിന് വരാറില്ല. പുലയ സമുദായത്തിൽപ്പെട്ടവർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പൂപ്പൻ വസൂരി കുളിപ്പിക്കും. മറ്റൊരു കാര്യം അപ്പൂപ്പൻ വസൂരി കുളിക്കും. വസൂരിയൊക്കെ അന്ന് ഏറ്റവും പടർന്നു പിടിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും മാരകമായിട്ടുള്ളൊരു അസുഖമാണ്. അത് വന്നു കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ സാധാരണ ആളുകളാരും ഈ വസൂരി വരുന്നവരെ കുളിപ്പിക്കാനോ അവരുടെ വീട്ടിലേക്ക് പോകാനോ ഒന്നും അന്ന് ആരും അനുവാദമില്ലായിരുന്നു. അതുപോലെ തന്നെ വസൂരി വന്ന കുടുംബങ്ങളെ കുറേ ആളുകൾക്ക് വസൂരി വരുവാണെങ്കിൽ അവരെ ആ വീടിനകത്തിട്ട് ചുട്ടുകൊല്ലുന്ന അവസ്ഥയിലൂടെയെല്ലാം കടന്നു പോകുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ അപ്പൂപ്പൻ ജീവിച്ചിരുന്നത്. ആ സമയത്താണ് അപ്പൂപ്പന് ഈ വസൂരി അസുഖമുള്ളവരെ കുളിപ്പിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൂപ്പൻ വസൂരി കുളിപ്പിക്കും. എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഒരു 10 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ വസൂരി കുളിപ്പിക്കാൻ പോകും. എനിക്കൊക്കെ ഓർമ്മയില്ല. ചില കാര്യങ്ങൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചാണ് അപ്പൂപ്പനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. വസൂരി പിടിച്ച വീടുകളിലേക്ക് അപ്പൂപ്പൻ നടന്നാണ് പോകുക. അന്ന് ഒന്നും അധികം ഇല്ല, ബസ്സില്ല. അപ്പോൾ ഒത്തിരി കിലോമീറ്ററുകളോട് സഞ്ചരിച്ചാണ് പോവുക. അപ്പോൾ വസൂരി തന്നെ കരിഞ്ചപ്പട്ട കനകകല്ലൂരി എന്ന് പറഞ്ഞ 2 സംഭവങ്ങളുണ്ട്. കരിഞ്ചപ്പട്ട വസൂരി കറുത്ത നിറത്തിലാണ് വരിക. അത് വളരെ അപകടകരമായതാണ് എന്നാണ് പറയുക. കനകകല്ലൂരി ചുവന്ന നിറത്തിലാണ്. അതത്ര അപകടകരമല്ലത്രേ. ചുവന്നത് വന്നാൽ ഭാഗ്യവും കറുത്തത് വന്നാൽ ഭാഗ്യക്കേടും എന്നായിരുന്നു വിശ്വാസം. ഈ നിറവ്യത്യാസം എന്നത് വസൂരി രോഗത്തിന് വരെയുണ്ട്. വസൂരിയെ കുളിപ്പിക്കാൻ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അപ്പൂപ്പൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഭദ്രകാളിയായിരുന്നു അപ്പൂപ്പൻ്റെ ഇഷ്ടദൈവം. നമ്മുടെ ആളുകൾ ദൈവങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ആജ്ഞാപിക്കുകയാണ് ചെയ്യുക. സാധാരണ എല്ലാവരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക. എന്നാൽ ആ കാലഘട്ടത്തിലെ ആളുകൾ ദേവിയെ അല്ലെങ്കിൽ ദൈവങ്ങളെ വീട്ടിലേക്ക് വിളിച്ച് ആജ്ഞാപിച്ചാണ് വരുന്നത്.